രാജ്യം വീണ്ടും നടുങ്ങി. കശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനാണ് സെക്കൻഡ് കൊണ്ട് ചാമ്പലായത്. കാരണമായത് ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ കിലോ കണക്കിന് വരുന്ന സ്ഫോടക വസ്തുക്കൾ. ഈ ബോംബ് നിർമ്മാണ സാമഗ്രികളിൽ നിന്ന് ഫോറൻസിക് വിഭാഗം സാമ്പിൾ ശേഖരിക്കുന്നതിനിടെ അബദ്ധത്തിൽ സ്ഫോടനമുണ്ടാവുകയായിരുന്നു. 360 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് പൊട്ടിത്തെറിച്ചത്. 300 മീറ്റർ ചുറ്റളവിൽ ആഘാതമുണ്ടായി. ഉദ്യോഗസ്ഥരടക്കം 9 പേർക്ക് ജീവൻ നഷ്ടമായി. 30-ലേറെ പേർക്ക് പരിക്കേറ്റു. ജമ്മു കാശ്മീർ പോലീസിന്റെ പരിശോധനയിൽ 3000-ഓളം കിലോ ബോംബ് നിർമ്മാണ സാമഗ്രികളാണ് ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. ചെങ്കോട്ടയിൽ നടന്നതും കശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിൽ നടന്നതുമൊക്കെ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഭാഗമായി ഒരുക്കിയ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുള്ള പൊട്ടിത്തെറികളാണ്. പൂർണ്ണമായും ബോംബായി മാറാതെ തന്നെ അതുണ്ടാക്കിയ ആഘാതം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഈ ഭീകര സംഘം എത്ര വലിയ ആക്രമണത്തിനാണ് പദ്ധതിയിട്ടത് എന്നുകൂടിയാണ് ഈ പൊട്ടിത്തെറികൾ നമ്മളോട് പറയുന്നത്. കാശ്മീരിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? അർജുൻ പീതാംബരൻ പറയും, ഡൽഹിയിൽ. നൗഗാമിൽ ഇപ്പോൾ നടക്കുന്നത് ഈ സ്ഫോടനം അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ്. നിലവിൽ ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ജമ്മു കശ്മീർ DGPയും ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളൊരു ആക്സിഡൻ്റൽ എക്സ്പ്ലോഷനാണ്. അതല്ലാതെ ഇപ്പോൾ പല ഭീകര സംഘടനകളും ഉത്തരവാദിത്വം ഏറ്റുവരുന്നത് പോലെ ഒരു ഭീകര പ്രവർത്തനമോ അതിൻ്റെ ബാക്കിയായിട്ടുള്ള സ്ഫോടനമോ ഒന്നുമല്ല. അതൊക്കെ വ്യാജ പ്രചാരണങ്ങളാണ്. അത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളിൽ ആരും ചെന്ന് പെടാതിരിക്കുക, അത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അത് പങ്കുവെക്കാതിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം 32-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ സിവിലിയൻസുമുണ്ട്. അതിനപ്പുറത്തേക്ക് ജമ്മു കശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ, പോലീസുകാർ, ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരുമുണ്ട്. 3-ലധികം ആളുകളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇവർക്ക് വേണ്ട എല്ലാ ചികിത്സാ സൗകര്യവും നൽകുന്നുണ്ടെങ്കിൽ പോലും ഒരു ആശങ്ക മരണനിരക്കിനെയും വർദ്ധിക്കുമോ എന്നുള്ള കാര്യത്തിലുണ്ട്. കാരണം ഡൽഹിയിൽ ഉണ്ടായതിനെക്കാട്ടിലും തീവ്രത കൂടിയ ഒരു സ്ഫോടനം, 360 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് അവിടെ പൊട്ടിത്തെറിച്ചത്. ഈ പൊട്ടിത്തെറിക്കാൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അത് ഒന്നുകിൽ ആസിഡ് കലർന്നിട്ടോ അല്ലെങ്കിൽ ചൂടായിട്ടുള്ള എന്തെങ്കിലും പ്രതലത്തിൽ ഇത് കൂട്ടി കലർന്നിട്ടോ അത്തരത്തിലൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ, അതല്ല മറ്റെന്തെങ്കിലും വശങ്ങൾ, ഇത് എങ്ങനെ ഈ സാധനം ഒരു ആക്സിഡൻ്റൽ എക്സ്പ്ലോഷൻ അവിടെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സുരക്ഷാ ഏജൻസികൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഇതെല്ലാം നേരിട്ട് ഫരീദാബാദ് മൊഡ്യൂളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ അവരെ ഇപ്പോൾ NIA ചോദ്യം ചെയ്യുന്ന നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതും ഒരുപക്ഷെ നിർണായകമായിട്ടുള്ള തെളിവുകളായി മാറിയേക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.